എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദുർബലമായ ഇസ്രയേൽ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയുമായി ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോൾ അത് സ്വന്തം രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കാൻ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇസ്രായേൽ ഇന്ന് എത്രയധികം ദുർബലമായിരിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നെതന്യാഹുവിന്റെ ഇപ്പോഴത്തെ ആവശ്യം അയൽ രാജ്യങ്ങളുടെ ഭൂമി പിടിച്ചടക്കുകയല്ല, മറിച്ച് ഇപ്പോൾ അവരുടെ കൈവശമുള്ള ഭൂമി നഷ്ടപ്പെടാതിരിക്കലാണ്. ഇസ്രായേലിന്റെ കൈവശമുള്ള വെസ്റ്റ് ബാങ്ക് വരെ നീളുന്ന പ്രദേശങ്ങൾ അവരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുത്തുന്നതിലേക്ക് ഇനി അധിക നാൾ വേണ്ടി വരില്ല എന്നതാണ് വാസ്തവം. ട്രംപ് കൈവിട്ട നെതന്യാഹുവിന്റെ സൈന്യം, അതായത് IDF, ഇപ്പോൾ ഹിസ്ബുള്ളയുമായി അതിശക്തമായ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കരാറിന് പിന്നാലെ ഇറാൻ തങ്ങളുടെ അടുത്ത ലക്ഷ്യമായ പലസ്തീന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഇസ്രായേൽ പലസ്തീനിൽ നിന്നും പിടിച്ചെടുത്ത വെസ്റ്റ് ബാങ്കിനെ തലസ്ഥാനമാക്കിക്കൊണ്ട് പുതിയ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് ഹിസ്ബുള്ളയെ നിയോഗിച്ചതായിട്ട് ഇസ്രായേൽ ഇന്റലിജൻസ് കണ്ടെത്തിയതോടെ ഈ പ്രദേശം വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പോരാടുന്നത് എന്ന് പറയേണ്ടതുണ്ട്. അമേരിക്ക ഇറാനുമായി ഒപ്പുവെച്ച കരാർ പ്രകാരം ലെബനോനുമായുള്ള ഇസ്രായേലിന്റെ വെടിനിർത്തൽ തുടരണം, ലെബനോനിൽ നിന്നും ഇസ്രായേലിന്റെ സൈന്യത്തെ പിൻവലിക്കണം എന്ന് ട്രംപ് നിർദ്ദേശിച്ചിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് ലെബനോനിൽ അതിരൂക്ഷമായ ആക്രമണം നടത്തുന്ന നെതന്യാഹുവിനെയും അയാളുടെ ഇസ്രായേലിനെയും കുറിച്ച് അതിരൂക്ഷമായ ഭാഷയിലാണ് വൈസ് പ്രസിഡന്റായ JD വാൻസ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ലോകത്ത് ഇപ്പോൾ അവശേഷിക്കുന്ന ഇസ്രായേലിന്റെ ഏക സഖ്യകക്ഷി ട്രംപ് മാത്രമാണ്, അമേരിക്ക പോലും അതിന്റെ പിന്നിലില്ല എന്നാണ് ഇവർ സൂചന നൽകുന്നത്. തന്നെയുമല്ല, ഓരോ വർഷവും $4 ബില്യൺ സൈനിക സഹായമായിട്ട് ഇസ്രായേലിന് അമേരിക്ക നൽകുന്നുമുണ്ട്. അതൊന്നും നഷ്ടപ്പെടുത്താതിരിക്കലാണ് ഇസ്രായേലിന്റെ ബുദ്ധി എന്നാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. തെക്കൻ ലെബനോനിൽ ഇസ്രായേലിന്റെ IDF സൈനിക സാന്നിധ്യം തുടരുന്നതും അവിടെ ആക്രമണങ്ങൾ നടത്തുന്നതും ഇറാൻ അമേരിക്കയുമായി ഒപ്പുവെച്ച ധാരണാപത്രത്തിന് വിപരീതമായതിനാൽ ഇനി കരാർ റദ്ദാക്കേണ്ടി വന്നാൽ പോലും ഇസ്രായേലിനെ ആക്രമിക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായ JD വാൻസ് ഇത്ര രൂക്ഷമായ ഭാഷയിൽ ഇസ്രായേലിനെ വിമർശിച്ചത്. എന്നാൽ IDF തെക്കൻ ലെബനോനിൽ തുടരുന്നത് ഇസ്രായേലിന്റെ വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്നാണ് ഇതിനെക്കുറിച്ച് നെതന്യാഹു മറുപടി പറയുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന കരാറിൽ ഇസ്രായേലിന് ഒട്ടും സംതൃപ്തി നൽകുന്നില്ല, പകരം വളരെയധികം ആശങ്കയാണ് നൽകുന്നത്. അതവർ പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇനി അമേരിക്ക ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ ഒറ്റയ്ക്ക് ലെബനോനെ ആക്രമിക്കും, അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ ആക്രമിക്കും എന്ന ഭീഷണിയാണ് നെതന്യാഹുവും അയാളുടെ ഇസ്രായേലും ഇപ്പോൾ അമേരിക്കയെ വെല്ലുവിളിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇങ്ങനെ ആക്രമണം നടത്തുമ്പോൾ അത് സ്വയം ചെയ്താൽ മതി, അമേരിക്ക അതിന്റെ പിന്നിൽ ഉണ്ടാവില്ല എന്ന് ട്രംപ് അതിന് മറുപടിയായി തിരിച്ചടിക്കുകയും ചെയ്തു. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലും അമേരിക്കയുമായി ഒരു നൂറ്റാണ്ടിലധികം നീളുന്ന വലിയ ബന്ധമാണുള്ളത്. ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിക്കുന്നതിന് മുമ്പ് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഈ ബന്ധമാണ് ഇപ്പോൾ വഷളായിരിക്കുന്നത്. ഇസ്രായേലിനെ അമേരിക്ക പൂർണ്ണമായും കൈവിട്ട് കഴിഞ്ഞു. ഇനി ഇസ്രായേലിനെ സഹായിക്കുക എന്നത് ട്രംപിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നേരത്തെയുള്ളതിൽ നിന്നും വ്യത്യസ്തമായി അമേരിക്കൻ ജനത പോലും ഇന്ന് ഇസ്രായേലിന് അനുകൂലമായി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ട്രംപ് ഇപ്പോൾ ഇസ്രായേലിനെ കൈവിടാൻ തയ്യാറായിരിക്കുന്നത്. കാരണം സ്വന്തം ജനതയുടെ പിന്തുണയില്ല എന്നുണ്ടെങ്കിൽ, ട്രംപ് ഒരാൾ മാത്രം ഇസ്രായേലിനെ പിന്തുണച്ചു കഴിഞ്ഞാൽ അത് തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ നഷ്ടം വരുത്തും എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ ട്രംപിന് പരസ്യമായി നെതന്യാഹുവിനെ തള്ളിപ്പറയാനും അല്ലെങ്കിൽ ഇസ്രായേലിനെ തള്ളിപ്പറയാനും കാരണമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയുമായി ലെബനോനിൽ അതിരൂക്ഷമായ പോരാട്ടം നടക്കുമ്പോൾ ഇന്നലെ ലെബനോനിലെ അൽതാഹിർ കുന്നുൻ പ്രദേശത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഇസ്രായേൽ സൈന്യത്തിന് മേൽ ഹിസ്ബുള്ള അതിരൂക്ഷമായ അതിഭീകരമായ ആക്രമണമാണ് നടത്തിയത്. ഈ ആക്രമണത്തിൽ ഒരുപാട് സൈനികർ കൊല്ലപ്പെടുകയും ബാക്കിയുള്ളവർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പുകമൂടി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നിന്നും ഈ പരിക്കേറ്റവരെയും മരിച്ചവരെയും എല്ലാം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി അടുത്തൊരു സൈനിക സംഘം അവിടെ എത്തിയപ്പോൾ അവരെയും ഹിസ്ബുള്ള ആക്രമിക്കുകയും അവർക്കിടയിലും മരണവും പരിക്കുകളും ഒക്കെ ഉണ്ടായത് ഇസ്രായേലിനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ്. ഇവർക്കിപ്പോൾ ഈ മൃതശരീരങ്ങളും പരിക്കേറ്റവരെയൊന്നും അവിടുന്ന് കൊണ്ടുവരാൻ മാർഗമില്ലാതെ കുഴങ്ങി നിൽക്കുകയാണ്. ഇങ്ങനെ ലെബനോനിൽ കടന്ന് ഞങ്ങൾ ഹിസ്ബുള്ളയുമായി പോരാടുകയാണ് എന്നൊക്കെ IDFന് ലോകത്തോട് വേണമെങ്കിൽ വിളിച്ചു പറയാം. പക്ഷേ അവിടെ സൈനികർക്ക് വളരെയധികം നാശനഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ നിന്നും ഒരുപാട് ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് അവർ നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് അവരിപ്പോൾ ലെബനോനിൽ തുടരുന്നത് ഈ ഹിസ്ബുള്ളയെ തോൽപ്പിക്കാനോ അതല്ലെങ്കിൽ ലെബനോൻ പിടിച്ചെടുക്കാനോ ഒന്നുമല്ല. അവരവിടെ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് പ്രവേശിക്കും എന്ന കാര്യത്തിൽ അവർക്ക് വല്ലാത്തൊരു ഭയമുണ്ട്. അപ്പോൾ ഇസ്രായേലിന്റെ പ്രദേശത്തേക്ക് ഹിസ്ബുള്ള കടന്നു കയറാൻ വേണ്ടി അവരെ തടഞ്ഞു നിർത്താനാണ് ഇപ്പോൾ ഈ സൈന്യം ലെബനോണിൽ തങ്ങുന്നത്. ഇക്കാര്യം ട്രംപിനും അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപിന്
ഇസ്രായേലിനെ കുറ്റപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. കാരണം ഇറാനെ പിണക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ നഷ്ടമാണ്. വീണ്ടും ഇറാൻ ഹോർമുസ് കടൽ അടച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വൻ നഷ്ടമായിരിക്കും ഉണ്ടാവുക. $190 കടന്ന പെട്രോൾ ഒറ്റയടിക്ക് ഇപ്പം 10, 70, 80 എത്തിയിട്ടുണ്ട്. ഇത് ഈ ഹോർമുസിൽ ഇറാൻ കപ്പലുകൾ കടത്തിവിടാൻ തുടങ്ങിയതോടെയാണ്. ഇനി വീണ്ടും അമേരിക്ക ഇറാനുമായിട്ട് പ്രശ്നമുണ്ടാക്കിയ അല്ലെങ്കിൽ കരാർ ലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹോർമുസ് വീണ്ടും അടച്ചാൽ അമേരിക്കയുടെ കാര്യം തീരുമാനമാകുമെന്ന് ട്രംപിനറിയാം. അതുകൊണ്ട് മാത്രമാണ് അയാൾ ഇസ്രായേൽ ഇപ്പോൾ കൈവിടുന്നത്. ഇതോടൊപ്പം ഇസ്രായേലിനുള്ളിൽ തന്നെ വെസ്റ്റ് ബാങ്കും ഒരു വലിയ യുദ്ധമേഖലയായി മാറിയിരിക്കുകയാണ്. ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഇസ്രായേലിന് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. കാരണം ഇസ്രായേലിൻ്റെ പ്രധാന നഗരങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ പലസ്തീൻ്റെ തലസ്ഥാനമാക്കി മാറ്റുക എന്ന് പറയുന്നത് ഇസ്രായേലിന് നന്നായിട്ട് വേദനിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഉമ്മാരിത് വിട്ടുകൊടുക്കാതെ ഇവിടെ തൂങ്ങിക്കിടക്കുന്നത്. ഇപ്പോൾ പ്രധാനമായി ഏറ്റുമുട്ടൽ നടക്കുന്നത് വെസ്റ്റ് ബാങ്കിൻ്റെ വടക്കൻ പ്രദേശങ്ങളായ ജെനിൻ, തുൽക്കർ, നൂറുൽ ഷംസ് എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇവിടെ ഇസ്രായേൽ സൈന്യമായി ഏറ്റുമുട്ടുന്നത് ഹിസ്ബുള്ളയല്ല, പകരം ഹമാസ്, പലസ്തീനിയൻ ഇസ്ലാമിക ജിഹാദ് അല്ലെങ്കിൽ PIJ, പിന്നെ അൽ-അക്സ ഷഹീദ് ബ്രിഗേഡ് എന്നൊരു സംഘടനയാണ്. ഇവരൊക്കെയായിട്ടാണ് ഈ സൈന്യം ഇപ്പോൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ ഈ പലസ്തീനിലെ എല്ലാ സംഘടനകളിലും ഉള്ള യുവാക്കളെല്ലാം കൂടെ സംഘടിച്ചുകൊണ്ട് ലെനിൻ ബ്രിഗേഡ് ലയൺസ് ഡെൻ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പുതിയ ഗ്രൂപ്പും ഇപ്പോൾ ഇസ്രായേൽ സൈന്യമായിട്ട് വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഘടനകളെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇറാൻ ആണ് എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇസ്രായേലിനുള്ളിലെ ഭീകരമായ അവസ്ഥയാണ് തുറന്നു കാണിക്കുന്നത്. ഇതിനേക്കാളൊക്കെ ഏറ്റവും അധികം അപകടം പിടിച്ച മറ്റൊരു കാര്യം ഇസ്രായേലിനുള്ളിൽ നടക്കുന്നുണ്ട്. അത് യുദ്ധം മൂലം തൊഴിലും വരുമാനവും എല്ലാം നഷ്ടപ്പെട്ട ജൂതർ പോലും ഇപ്പം ഇറാൻ്റെ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ രഹസ്യങ്ങൾ ഇറാന് ചോർത്തി കൊടുക്കുന്നുണ്ട്. തന്നെയുമല്ല, ഈ ജൂതരെ ഉപയോഗിച്ച് തന്നെ ഇസ്രായേലിനുള്ളിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് പേരെ പിടികൂടിയിട്ടുണ്ട്. നെതന്യാഹുവിൻ്റെ വീടിന് നേരെ വരെ ആക്രമണം ഉണ്ടായി. അതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജൂതരിൽ പോലും ആരെയാണ് വിശ്വസിക്കുക എന്ന ഒരു കൺഫ്യൂഷൻ സൈന്യത്തിലുണ്ട്. ഇത് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. സ്വന്തം ജനങ്ങളെ പോലും വിശ്വസിക്കാൻ കഴിയില്ല, പിന്നെ എങ്ങനെയാണ് ഇവന്മാർ മുന്നോട്ട് പോകുന്നത്? ഇതുകൂടാതെ ഇസ്രായേൽ സൈന്യത്തിന് ഏറ്റവും വലിയ പേടി സ്വപ്നമായ പലസ്തീൻ ക്യാമ്പുകൾ, റോഡുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മൈനുകൾ പൊട്ടിത്തെറിച്ച് ഇസ്രായേലിൻ്റെ സൈനിക വാഹനങ്ങളും സൈനികരുമെല്ലാം ഒരുപാട് കൊല്ലപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് ഈ ക്യാമ്പുകളിലുള്ളവർ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഈ ക്യാമ്പിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഇവർ വരാൻ സാധ്യതയുള്ള എല്ലാ വഴികളിലെയും റോഡുകളെല്ലാം വലിയ വലിയ ബുൾഡോസറുകൾ ഉപയോഗിച്ച് കിളച്ച് മറിച്ച് നിരപ്പാക്കുകയാണ്. അതായത് വണ്ടിയൊന്നും പെട്ടെന്നല്ലേ കടന്നു വരരുത്, സ്പീഡൊന്നും വാങ്ങി വരരുത്. അതുകൊണ്ട് ഇവന്മാർ റോഡെല്ലാം തകർത്ത് കുളവാക്കിയിരിക്കുകയാണ്. ഇതിലൂടെ സംഭവിക്കുന്നത് സ്വന്തം രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇസ്രായേലിന് തന്നെ നശിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. യുദ്ധം മൂലം മൊത്തം തകർന്നു കിടക്കുന്ന രാജ്യത്ത് ബാക്കിയുള്ള റോഡുകൾ കൂടി ഇസ്രായേൽ ഗവൺമെൻറ് തന്നെ തകർക്കുകയാണ്. ഇസ്രായേലിന് ചുറ്റുമുള്ള എല്ലാ അതിർത്തികളിൽ നിന്നും ആക്രമണം നടത്തുക, അതുകൂടാതെ ഇസ്രായേലിനകത്ത് തന്നെ പ്രശ്നമുണ്ടാക്കി ഇസ്രായേൽ സൈന്യത്തെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുക. അതിലൂടെ ഇസ്രായേൽ സൈന്യത്തിന് അതല്ലെങ്കിൽ സർക്കാരിന് മറ്റൊന്നിലേക്കും ശ്രദ്ധ തിരിക്കാൻ കഴിയാതെ രാജ്യത്തെ സാമ്പത്തികമായി തകർക്കുന്ന ഒരു സമ്മർദ്ദ തന്ത്രമാണ് ഇപ്പോൾ ഇറാൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇറാൻ ചെയ്യുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ഈ യുദ്ധം ചെയ്യുക എന്നത് ഇസ്രായേലിന് ഇപ്പോൾ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ പോലും പണം സർക്കാരിൻ്റെ കയ്യിലില്ലാതെ വരുമ്പോൾ ഇവരിപ്പോൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ ഗസയും വെസ്റ്റ് ബാങ്കും അതല്ലെങ്കിൽ പലസ്തീനുമെല്ലാം സമ്മർദ്ദം മൂലം അവർക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേലിനെ എത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇറാൻ പണിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ താമസമില്ലാതെ തന്നെ ഈ പലസ്തീനും വെസ്റ്റ് ബാങ്കും എല്ലാം ഇസ്രായേലിന് വിട്ടുകൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടി ഇറാൻ അവരുടെ പ്രോക്സികൾക്ക് പണവും ആയുധങ്ങളും വാരിക്കോരി കൊടുക്കുകയാണ്. എന്നാൽ ഇറാൻ ഇങ്ങനെ പണം ചെലവഴിക്കുമ്പോൾ സ്വന്തം രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഇസ്രായേലിൻ്റെ അവസ്ഥ പരിതാപകരമാണ് എന്ന് പറയേണ്ടതുണ്ട്. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.